നോക്കി ഇപ്പോഴത്തെ പിള്ളേരുടെ വണ്ടി കൊണ്ടുള്ള ഒരു പോക്കേ. ഇയാളെ കണ്ടോ? ഇതാരാ? ഈ ചേച്ചിയുടെ പേരാണ് പുഷ്പലത. അതായത് ഈ 1970 കാലത്ത് ഇവര് ആദ്യമായിട്ടൊരു പെണ്ണ് സ്കൂട്ടർ ഓടിച്ചിങ്ങനെ കൊച്ചി കൂടെ പോകുന്നേ. ഇത് കണ്ടിട്ട് പോലീസുകാർ അതിശയത്തോടെ നോക്കി. കോളേജ് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കൂവി വിളിച്ച്. ഇവര് മൈൻഡ് ചെയ്തില്ല, ഇവര് സ്കൂട്ടിയായിട്ട് ചീറി പാഞ്ഞു പോയി. പക്ഷെ അതൊരു ചരിത്രം എന്താണെന്നറിയോ? ഇവര് കേരളത്തിൽ ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയാണ്. ഇവരിവിടെ കൊച്ചിയിലുണ്ട്. കൊച്ചിയിലാണോ? ഒന്ന് കണ്ടാലോ? കാണാം. അന്നവർ കൂകി വിളിച്ചു, ഇന്നവർ കൈയടിച്ചു. കൊച്ചിയുടെ നഗരവീതിയിലൂടെ ചീറിപ്പാഞ്ഞ പുഷ്പലത ഇന്ന് ചരിത്രം. കേരളത്തിൽ ആദ്യമായി ലൈസൻസ് എടുത്ത വനിതയാണ് പുഷ്പലത പൈ. ഇന്ന് 74 വയസ്സിലും യൗവനത്തിലെ ചുറുചുറു. കേരളത്തിൽ ആദ്യമായി ലൈസൻസ് എടുത്തതും സ്കൂട്ടർ സ്വന്തമാക്കിയതുമായ ഏക വനിതയാണ് പുഷ്പലത പൈ. സ്കൂട്ടറമ്മ എന്ന ഇരട്ടപ്പേരുമുണ്ട് പുഷ്പലതയ്ക്ക്. സ്കൂട്ടറമ്മ സ്കൂട്ടറില്ല എന്ന് ചോദിക്കും. സപ്പോസ് ഐ ഗോ വാക്കിംഗ്, കാറിൽ പോവാണെങ്കിൽ സ്കൂട്ടറമ്മ സ്കൂട്ടറില്ല എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പോലീസുകാരൊക്കെ എല്ലാവരും എന്നെ അറിയുന്നതുണ്ടായിരുന്നു. മറ്റുള്ളവരെ കണ്ട് പഠിക്കേണ്ട, തനിക്ക് തന്റേതായ താല്പര്യങ്ങളുണ്ട്. കൂകിവിളികളെ നേരിട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പുഞ്ചിരിയോടൊപ്പം മറുപടി ഇങ്ങനെ: വൈ ഷുഡ് ഐ ഫീൽ? അവർക്കത് പണി, എനിക്കിത് പണി. ഐ ഡോണ്ട് കോപ്പി എനിത്തിങ് ഓഫ് എനിബഡി. 11 മക്കളിൽ ഒരാളാണ് പുഷ്പലത. സഹോദരന് മംഗലാപുരത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ പുഷ്പലതയും ഡ്രൈവിംഗ് പഠിച്ചു. പിന്നീട് കൊച്ചിയിലും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. നിരവധി വനിതകളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. ഇന്ന് നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞു നടക്കുന്ന പലരുടെയും ഡ്രൈവിംഗ് ഗുരുവാണിവർ. എന്തിനും ഏതിനും ഭർത്താവ് ശാന്തറാം പൈയും പുഷ്പലതയ്ക്കൊപ്പമുണ്ടായിരുന്നു. I can drive, but my daughter is there. She is taking me everywhere. In 70 and all, Hindustan 14 ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ഫിയറ്റ് ഉണ്ടായിരുന്നു, മൈ ഫാദർ ഇൻ ലോ. മൈ ഹസ്ബൻഡ് ഹാഡ് സ്കൂട്ടർ ലാംബി, അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാറും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് അടുത്ത്. മലയാളം, ഹിന്ദി, മറാത്തി, തുളു അടക്കം 7 ഭാഷകൾ കൈകാര്യം ചെയ്യും. ആഫ്രിക്ക ഒഴികെ മിക്ക രാജ്യങ്ങളും സന്ദർശിച്ചു. അശരണരായ നിരവധി പേർക്ക് തണലായി. അങ്ങനെ ഡ്രൈവിംഗിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്കൂട്ടർ അമ്മയുടെ മാസ്. 53 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി നഗരത്തിലൂടെ തന്റെ സ്കൂട്ടറുമായി ചീർപ്പാഞ്ഞ ഒരു വനിത. വർഷം ഇത്രയും പിന്നിട്ടിട്ടും ആളുടെ ചുറുചുറുക്കിന് യാതൊരു കുറവുമില്ല. മലയാളികളുടെ പ്രിയങ്കരനായ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പറഞ്ഞതുപോലെ പുഷ്പലത പുഷ്പ ആൻറ്റി ഫയറാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈന നമുക്കൊപ്പം ഉണ്ട്. സ്നേഹ, വൈൽഡ് ഫയർ ആകട്ടെ പുഷ്പലത അമ്മൂമ്മ. ഇതിൽ ഈ ന്യൂജൻ അല്ലെങ്കിൽ ഫ്രീക്ക് പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ പഴയ ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ ഒന്നും കാലത്ത് ഞങ്ങൾ ചെയ്തത്ര അഭ്യാസമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല മക്കളെയെന്ന്. പക്ഷേ ഈ പുഷ്പലത അമ്മയ്ക്ക് അത് കൃത്യമായിട്ട് പറയാം. ആ ന്യൂജനിലെ അവസ്ഥയൊന്നും ഇന്നത്തെ ന്യൂജൻ ഇല്ല. തീർച്ചയായും ദിവിഷ, 1970 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ എത്ര നാൾ മുന്നേ ആണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതും കൊച്ചി നഗരത്തിലൂടെ കൂകി വിളികൾക്കിടയിലൂടെ ഒക്കെ സ്കൂട്ടർ ഓടിച്ച് പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം മാസാണ് ഈ പുഷ്പലത എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ 11 മക്കളിൽ ഒരാളാണ് ഈ പുഷ്പലത. അതിനുശേഷം ഭർത്താവ്, അതായത് കല്യാണത്തിന് ശേഷം ഈ സ്കൂട്ടർ ഇവർ സ്വന്തമാക്കിയതും ഈ ലൈസൻസ് എടുക്കാനും കാരണം ഇവരുടെ ഭർത്താവാണ്. അപ്പോൾ ഈ മക്കളെ കൊണ്ടുവിടാൻ നേരത്ത് ഭർത്താവിൻ്റെ സ്കൂട്ടർ എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭർത്താവിന് അതൊരു അസൗകര്യമുണ്ടായി. അതിനുശേഷം ഭർത്താവാണ് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുന്നത്. അതായത് ഈ പുഷ്പലതയുടെ ബ്രദറിന് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത് തന്നെ. ശേഷം കൊച്ചിയിലെത്തി നിരവധി പേരെ, വനിതകളെ അടക്കം നിരവധി പേരെ ഇവർ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയുണ്ടായി. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കുന്ന പലരും അവരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആളെ വ്യക്തിപരമായി പരിചയപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ചുറുചുറുക്കോടെ 75 വയസ്സിലും അതായത് വീടിൻ്റെ മുറ്റത്തെ ഗാർഡൻ ആയാലും കുറേ കാര്യങ്ങൾ കൊണ്ട് കാണിക്കുകയാണ് നമ്മളെ. അതായത് അവിടെ അതുണ്ട്, ഇവിടെ മുരിങ്ങയിലയുണ്ട്, ഇവിടെ പുളിയുണ്ട്, ഇത്
അച്ചാറിട്ടാൽ നല്ലതായിരിക്കും എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി, കുറേ തുളു വിഭവങ്ങളൊക്കെ നമ്മളെ അങ്ങനെ പരിചയപ്പെടുത്തി. വളരെ കൂളായിട്ടാണ് ആൾ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അതായത് ഈ പുഷ്പലതയുടെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടേബിൾ ടെന്നീസിൽ അന്തർദേശീയ തലത്തിലൊക്കെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അവരുടെ മകളും അങ്ങനെ തന്നെയാണ്. കൊച്ചുമകൻ ശിവ് പൈ, അത് ബോളിവുഡിലെ ഒരു അഭിനയം ഒക്കെ, അതായത് ബോളിവുഡിലെ ഒരു നടൻ കൂടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ടൊരു വൃദ്ധസദനമൊക്കെയുണ്ട്. അവിടെ കുറേ പേരെ, അതായത് പഠിക്കാൻ കഴിയാത്ത കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഷയല്ല 7 ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആഫ്രിക്ക ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും പോയ വളരെ, അതായത് ജീവിത പരിചയമൊക്കെയുള്ള വളരെ നല്ലൊരു വ്യക്തി തന്നെയാണ് പുഷ്പലത. അതായത് എല്ലാവരും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാൾ, വിപ്ലവതാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന കാലത്ത് വാഹനം ഓടിച്ച് കൊച്ചിയിലൂടെ മിന്നിപ്പായിച്ചു പോയ ആളാണ്. അപ്പോൾ ഗംഭീരമായിട്ട് പുഷ്പലത അമ്മയുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. ശരി സ്നേഹം, കാണാം.